എൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മകളിൽ ടോയ്സ് ഒന്നുമില്ല കേട്ടോ. അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലെ കുട്ടികളുമായിട്ടുള്ള കളികളായിരുന്നു ഞങ്ങൾക്ക് കൂടുതലും. ഇതിപ്പം അമ്മാളിക്കുട്ടിനും കേശിക്കുട്ടിനും ടോയ് വാങ്ങിക്കാൻ പോയത് കേട്ടോ. അവർക്ക് എപ്പോഴും ടോയ്സ് വേണം. അവരെന്നല്ല, ഇക്കാലത്ത് കുട്ടികൾക്ക് എപ്പോഴും ടോയ്സ് അല്ലേ മെയിനായിട്ട്. അപ്പോൾ അത് അങ്ങനെ നമ്മൾ ടോയ്സ് വാങ്ങിക്കാനുള്ള കട ഞങ്ങൾ സ്ഥിരമായിട്ട് പോകണ കേട്ടോ. ഇത് മാർക്കറ്റിലാണ്. ഇവിടെ ആകുമ്പോൾ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് സാധനങ്ങൾ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാട്ടോ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് അമ്മാളിക്കുട്ടിന് പ്രത്യേകിച്ച് എപ്പോൾ പോയാലും ഒരു പാവയാണ് വേണ്ടത്. അപ്പോൾ അതിവിടെ ചെന്നപ്പോൾ ഈ ബാഗ് ആദ്യം കണ്ട് അതിഷ്ടമായി. പിന്നെ അതിനപ്പോൾ കളറ് മാറ്റി മാറ്റി നോക്കണം. ആദ്യം പിങ്ക് എടുത്തു, പിന്നെ യെല്ലോ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെയും പിങ്ക് എടുത്തിട്ട് അത് എടുക്കട്ടെ എന്ന് ചോദിച്ചു. അവസാനം ആൾ അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നതാണ് ഈ ഒരു പാവക്കുട്ടീനെ, ഒരു മുട്ടക്കകത്തിരിക്കുന്ന ഒരു കുഞ്ഞു ടോയ്. അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതും എടുത്ത് പിന്നെ ബ്ലൂ ആണ് ആൾ അവസാനം സെലക്ട് ചെയ്തത്. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാഗായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മിനിയേച്ചറിൻ്റെ ഈ ഒരു സെറ്റ് കണ്ടപ്പോൾ അത് പുള്ളിക്കാരിക്ക് വേണം, കുക്കിങ്ങിൻ്റെ. അത് വാങ്ങിക്കട്ടെ എന്ന് എന്നോട് ചോദിച്ചു. വാങ്ങിച്ചോളാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ വേണ്ട, വീട്ടിൽ കൊണ്ടുവന്നാലും പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരെ തിരിച്ച് വെച്ചോട്ടെ. അടുത്തത് വന്ന് കേശുകൊണ്ട് കാർ നോക്കുക കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ മിനിയേച്ചർ കാറുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ടോ. അത് കേശുവിൻ്റെ അല്ല, അത് അവൻ്റെ അച്ഛൻ്റെയാണ്, പുള്ളിക്കാരനാണ്, എൻ്റെ ഹസ്ബൻഡാണ് അത് മുഴുവൻ വാങ്ങിച്ച് വെച്ചേക്കുന്നത്. എപ്പോൾ പോയാലും അങ്ങനത്തെ 1-2 വണ്ടി പുള്ളി എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് കൂടുതലും ഇപ്പോഴും നോക്കിയത്. അവന് എന്നിട്ട് സാധാരണ മെറ്റൽ കാർ വേറെ ഏതെങ്കിലുമാണ് വാങ്ങിച്ചു കൊടുക്കാറുള്ളത്. ഈ പ്രാവശ്യം കേശുക്കൂട്ടിന് എടുത്ത വണ്ടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫിലിംസിലൊക്കെ ഈ വണ്ടി കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ കള്ളപ്പണമൊക്കെ എടുക്കാൻ പോകത്തില്ലേ, നായകനും വില്ലനും, അങ്ങനെയാണ് ഈ വണ്ടി കണ്ടിട്ടുണ്ട് കേട്ടോ. അതാണെന്ന് തോന്നുന്നു.